بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد رسول الله صلى الله عليه وسلم യുടെ കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുടുംബം ആദം അലൈഹിസ്സലാം മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഏറ്റവും നല്ല കുടുംബങ്ങളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിതാക്കൾ അങ്ങനെ വന്നിട്ടുള്ളത്. عن عبد المطلب بن ربيعة بن الحارث بن عبد المطلب قال أتى أناس من الأنصار إلى النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അൻസാരികളിൽപ്പെട്ട ചില ആളുകൾ വന്നു. ഫഖാലു, അവർ പറഞ്ഞു, ഇന്നാ ലനസ്മഉ മിൻ ഖൗമിക ഹത്താ യഖൂലൽ ഖായിലു മിൻഹും ഇന്നമാ മഥലു മുഹമ്മദിൻ മഥലു നഖ്ലത്തിൻ നബതത് ഫീ കുബാ ഔ കിബാഇൻ നബതത് ഫീ കിബാഇൻ. അവർ പറയുക, അൻസാരികളിൽപ്പെട്ട ചിലർ പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങളുടെ നാട്ടുകാരിൽ നിന്നും ഞങ്ങൾ ചിലത് കേൾക്കുന്നുണ്ട്. എന്താണ്? നിങ്ങളുടെ ഉപമ, താങ്കളുടെ ഉപമ വേസ്റ്റ് നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിൽ മുളച്ച ഒരു ഈത്തപ്പനയുടെ പോലെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപമ എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതായത് കുടുംബവും ഇല്ല, അതായത് വേസ്റ്റിൽ നിന്ന് മുളക്കുക എന്ന് പറഞ്ഞാൽ മോശമായ കുടുംബത്തിൽ നിന്നും ജനിച്ചുണ്ടായ ഒരാളാണ് താങ്കളെന്ന് പറയുന്നുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് മൻ അന, അല്ലയോ ജനങ്ങളെ, ഞാൻ ആരാണ്? ഖാലു അൻത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ പറഞ്ഞു, താങ്കൾ അല്ലാഹുവിൻ്റെ റസൂലാണ്. ഖാല അന മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. ഫമാ സമിഅനാഹു ഖത്തു യൻതമി ഖബ്ലഹാ, അതിന് മുമ്പ് ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണെന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. അബ്ദുൽ മുത്തലിബ് ആരാണ്? ആ നാട്ടിലെ എല്ലാവരും പേടിക്കുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന അബ്ദുൽ മുത്തലിബിനൊരു വിരിപ്പുണ്ട് കഅബയുടെ അടുക്കൽ. ആ വിരിപ്പിലേക്ക് വേറൊരാളും പ്രവേശിക്കുകയില്ല. അബ്ദുൽ മുത്തലിബ് എന്തെങ്കിലും പറഞ്ഞാൽ വേറൊരാളും മറുത്തൊരു വാക്ക് പറയുകയില്ല. അതാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിൻ്റെ ആ വിരിപ്പിൽ വേറൊരാളും ഇരിക്കൂല, അബ്ദുൽ മുത്തലിബ് അല്ലാതെ ഇരിക്കൂല. അങ്ങനെയുള്ള അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇല്ലാ അന്നല്ലാഹ അസ്സ വജല്ല ഖലഖ ഖൽഖഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളെ സൃഷ്ടിച്ചു. അലാ ഫജഅലനി മിൻ ഖൈരി ഖൽഖിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ല സൃഷ്ടികളിലാണ് എന്നെ ആക്കിയിട്ടുള്ളത്. സുമ്മ ഫറഖഹും ഫിർഖതൈൻ, അതായത് ആദം അലൈഹിസ്സലാമിൻ്റെ അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ജനങ്ങളെ രണ്ട് കക്ഷികളാക്കി, രണ്ട് വിഭാഗങ്ങളാക്കി. ഫജഅലനി മിൻ ഖൈരിൽ ഫിർഖതൈൻ, രണ്ട് വിഭാഗങ്ങളിൽ ഏറ്റവും നല്ല വിഭാഗത്തിൽ എന്നെ ആക്കി. അതായത് അവിടെ മുതൽ ഇങ്ങോട്ട് ജനങ്ങൾ എത്രയൊക്കെ പിരിഞ്ഞിട്ടുണ്ടോ ആ പിരിഞ്ഞ ജനങ്ങളിൽ ഏറ്റവും ഉത്തമരിലാണ് എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയിട്ടുള്ളത്. സുമ്മ ജഅലഹും ഖബായിൽ, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഗോത്രങ്ങളാക്കി. ഫജഅലനി മിൻ ഖൈരിഹിം ഖബീലതൻ, എന്നെ ആ ഗോത്രങ്ങളിൽ ഏറ്റവും നല്ല ഗോത്രത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയിട്ടുള്ളത്. ഖുറൈശികളെ പോലെ ഒരു ഗോത്രം ഇല്ല. സുമ്മ ജഅലഹും ബുയൂത, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീടുകളാക്കി. ഗോത്രം കഴിഞ്ഞ് അടുത്തത് വീടുകളാക്കി. ഫജഅലനി മിൻ ഖൈരിഹിം ബൈത,
അവരിൽ വീട്ടുകളിൽ ഏറ്റവും നല്ല വീട്ടിലാണ് എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയിട്ടുള്ളത്. വഅന ഖൈറുക്കും ബൈതൻ വഖൈറുക്കും നഫ്സ, ഞാൻ നിങ്ങളിൽ ഏറ്റവും നല്ല കുടുംബത്തിലുള്ളവനാണ്, വീട്ടിലുള്ളവനാണ്, നിങ്ങളിൽ ഏറ്റവും നല്ലവനുമാണ്. നഫ്സ് എന്ന് പറഞ്ഞാൽ വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഞാനാണ്, കുടുംബം എന്ന നിലയിലും ഞാൻ ഏറ്റവും നല്ലവനാണ്, വീട് എന്ന നിലയിലും ഏറ്റവും നല്ലവനാണ്, ഗോത്രം എന്ന നിലയിലും ഏറ്റവും നല്ലവനാണ്, എല്ലാ നിലക്കും ഏറ്റവും നല്ലവനാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് വെറുതെ പറയുന്നതല്ല, മറിച്ച് അത് സത്യമാണ്. അന സയ്യിദു വലദി ആദം വലാ ഫഖർ, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. ഇത് പൊങ്ങച്ചം പറഞ്ഞതല്ല, അങ്ങനെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. عن علي بن أبي طالب رضي الله عنه قال قال النبي صلى الله عليه وسلم خرجت من نكاح ولم أخرج من سفاح من لدن آدم إلى أن ولدتني أمي ولم يصبني من سفاح الجاهلية شيء. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ പോന്നിട്ടുള്ളത്, പുറത്തു വന്നിട്ടുള്ളത് നിക്കാഹിലൂടെയാണ്, വ്യഭിചാരത്തിലൂടെയല്ല. ഞാൻ വന്നിട്ടുള്ളത് നിക്കാഹിലൂടെയാണ്, വ്യഭിചാരത്തിലൂടെയല്ല. എന്നിട്ട് പറയാണ്, മിൻ ലദുൻ ആദം ഇലാ അൻ വലദത്നി ഉമ്മി, ആദം അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് എൻ്റെ ഉമ്മ എന്നെ പ്രസവിക്കുന്നത് വരെ എൻ്റെ പരമ്പര വിവാഹത്തിലൂടെയാണ്, വ്യഭിചാരത്തിലൂടെയല്ല. ആദം അലൈഹിസ്സലാം മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ ഒരു വ്യഭിചാരം ഉണ്ടായിട്ടില്ല. മറിച്ച് കൃത്യമായി നിക്കാഹിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന വിവാഹങ്ങളിലൂടെ മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാക്കൾ ഓരോരുത്തരായിട്ട് വന്നിട്ടുള്ളത്. വലം യുസിബ്നി മിൻ സിഫാഹിൽ ജാഹിലിയ്യതി ഷൈഉൻ, ജാഹിലിയ്യത്തിലെ മ്ലേച്ഛ വൃത്തികളിൽ ഒന്നും തന്നെ എന്നെ ബാധിച്ചിട്ടുമില്ല. ജാഹിലിയ്യത്തിലെ മ്ലേച്ഛ വൃത്തികളിൽ ഒന്നും ബാധിക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞത് അത്ഭുതമാണ്. അത്രമാത്രം മ്ലേച്ഛതകൾ നിറഞ്ഞു നിന്ന കാലഘട്ടമാണെന്ത്? ജാഹിലിയ്യത്ത്. അതിലൊന്നും തന്നെ എന്നെ ബാധിച്ചിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. وفي حديث أبي سفيان رضي الله عنه حين سأله هرقل ഹെർക്കുലിസ് ചക്രവർത്തി അബൂ സുഫിയാനോട് ചോദിച്ചിരുന്നു, എന്താണ്? وقال له كيف نسبه فيكم, നിങ്ങളിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിങ്ങളിപ്പോൾ ശത്രുവായി വന്നിട്ടുള്ള ആളുടെ ഹെർക്കൽ എന്തല്ല? മുസ്ലിമല്ല. അബൂ സുഫിയാൻ വന്ന് മുസ്ലിമല്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടുമാണ് സംസാരിക്കുന്നത്. ഹെർക്കൽ ചക്രവർത്തിയാണ്. അയാൾ ചോദിക്കുകയാണ്, മുഹമ്മദിൻ്റെ കുടുംബം എങ്ങനെ? നിങ്ങളുടെ കൗമിൽ ആ കുടുംബം എങ്ങനെ? ഈ നബിയാണെന്ന് പറഞ്ഞു വന്നിട്ടുള്ള ആളുടെ കുടുംബം. അബൂ സുഫിയാൻ പറയണേ, ഞാൻ പറഞ്ഞു അദ്ദേഹം അവരിൽ ഏറ്റവും നല്ല കുടുംബമുള്ള ആളാണ്, ഏറ്റവും നല്ല കുടുംബത്തിലുള്ള ആളാണ്. വഖൗലു ഹിറഖൽ, എന്നിട്ട് അതിന് മറുപടിയായി ഹിറഖൽ എന്താ പറയുക? ഹെർക്കുലിസ് എന്താ പറഞ്ഞത്? വസഅൽതു അൻ നസബിഹി, ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചു. ഫദക്കർത അന്നഹു ഫീകും ദൂ നസബ്, അപ്പോൾ നിങ്ങൾ പറഞ്ഞു നല്ല കുടുംബ പാരമ്പര്യമുള്ള ആളാണെന്ന്. ഫകദാലിക റുസുൽ, അങ്ങനെയാണ് പ്രവാചകന്മാർ. ബുത്തുബഅതു ഫീ നസബി ഖൗമിഹാ, ആ സമൂഹത്തിൽ ഏറ്റവും നല്ല കുടുംബത്തിലാണ് അവർ പിറക്കുക, അവർ അയക്കപ്പെടുക. വകദാലിക ബനൂ ഇസ്രായീൽ, അതുപോലെ തന്നെ ബനൂ ഇസ്രായീലരും അംബിയാഉഹും വഗൈറുഹും യജ്തമിഊന മഅഹു ഫി ഇബ്രാഹിം അൽ ഖലീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ബനൂ ഇസ്രായേലിലെ അമ്പിയാക്കളും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും ഇബ്രാഹിം അലൈഹിസ്സലാമിൽ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ട് കൂട്ടിമുട്ടും. അല്ലദീ ജഅല അല്ലാഹു ഫീ ദുർരിയ്യതിഹി അൻ-നുബുവ്വത വൽ കിതാബ വൽ മുൽക്ക്, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മക്കളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നുബുവത്തും മുൽക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചിട്ടുള്ളത്. അബുൽ അംബിയ, ആരാണ് അബുൽ അംബിയ? ഇബ്രാഹിം അലൈഹിസ്സലാം. وهكذا أمر الله سبحانه وتعالى بني إسرائيل على لسان موسى عليه الصلاة والسلام، وهو في التوراة كما ذكره غير واحد من العلماء ممن جمع بشارات الأنبياء به أن الله تعالى قال لهم سأقيم لكم من أولاد أخيكم نبيا كلكم يسمع له وأجعله عظيما جدا. ഇതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിൻ്റെ നാവിലൂടെ
ബനു ഇസ്രായേലിലെ, അതായത് ഇന്ന് ജൂതന്മാരായിട്ട് നടക്കുന്ന ആളുകൾ, തൗറാത്തിൻ്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകൾ, അവരോട് മൂസ അലൈഹിസ്സലാം പറഞ്ഞത് എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സഹോദരൻ്റെ മക്കളിൽ, നിങ്ങളുടെ സഹോദരൻ ആരാണ്? ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെ വഴിയിലാണ് ആര് വന്നിട്ടുള്ളത്? ബനു ഇസ്രായേലിൽ വന്നിട്ടുള്ളത്. സഹോദരൻ ആരാണ്? ഇസ്മായിൽ അലൈഹി ഇസ്ലാമാണ്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ സന്തതി പരമ്പരയിൽ ഞാനൊരു നബിയെ വെക്കും, എല്ലാവരും അദ്ദേഹത്തെ അനുസരിച്ചു കൊള്ളണം, ഞാൻ അദ്ദേഹത്തെ വളരെ മഹാനാക്കുന്നതാണ് എന്ന് മൂസ അലൈഹി സ്വലാം പറയുന്നതായി തൗറാത്തിലുണ്ട് എന്ന് തൗറാത്ത് പഠിച്ച ആളുകൾ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വലം യൂലദ് മിൻ ബനി ഇസ്മാഈൽ അഅ്ദമു മിൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ പരമ്പരയിൽ എന്ത് ചെയ്തിട്ടില്ല? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പോലെ ഒരാളും ഉണ്ടായിട്ടില്ല. ബൽ ലം യൂലദ് മിൻ ബനി ആദമ അഹദുൻ വലാ യൂലദു ഇലാ യൗമി ഖിയാമി സ്സാഅത്തി അഅ്ദമു മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ സന്തതികളിൽ മാത്രമല്ല, ആദം അലൈഹി സ്വലാമിൻ്റെ സന്തതികളിൽ ആര് പറഞ്ഞിട്ടില്ല? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ വലുതായ ഒരാൾ പറഞ്ഞിട്ടില്ല, ഇനി അത് പറക്കുകയുമില്ല. ഏറ്റവും മഹാനാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഖാല ഫഖദ് സഹഹ അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹായി വന്നിട്ടുണ്ട്. ഈ ഒരു പേജും കൂടെ ഉള്ളൂ ഈ ഒരു അധ്യായം. നമ്മളെ കുടുംബത്തിൻ്റെ ചർച്ച കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് തീർത്തിട്ട് തന്നെ എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. തമാം. വഖദ് സഹഹ അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹായിട്ടുണ്ട്. അന സയ്യിദു വലദി ആദമ വലാ ഫഖർ, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. പൊങ്ങച്ചം പറയുന്നതല്ല, വെറുതെ ഇങ്ങനെ പറയുന്നതല്ല. ആദമു ഫമൻ ദൂനഹു മിനൽ അംബിയാഇ തഹ്ത ലിവാഇ, ആദം അലൈഹിസ്സലാമും മറ്റുള്ള അമ്പിയാക്കളും എൻ്റെ കൊടിക്കിറക്ക് പിന്നിലായിരിക്കും, അതിന് താഴെയായിരിക്കും. ആര്? ബാക്കിയുള്ള ആദം അലൈഹിസ്സലാം, പിതാവായ ആദം അലൈഹിസ്സലാം മുതൽ എല്ലാവരും ആരുടെ താഴത്തായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടിയുടെ താഴത്തായിരിക്കും. وفي حديث كعب بن مالك رضي الله عنه عن النبي صلى الله عليه وسلم, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅഖൂമു മഖാമൻ യർഗബു ഇലയ്യൽ ഖൽഖു കുല്ലുഹും ഹത്താ ഇബ്രാഹിം, ഞാനൊരു സ്ഥാനത്ത് നിലകൊള്ളും, അന്ന് സൃഷ്ടികൾ മുഴുവൻ എന്നിലേക്ക് ആഗ്രഹിച്ചു വരും. ആര് വരെ? ഇബ്രാഹിം അലൈഹിസ്സലാം വരെ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വരെ എന്നിലേക്ക് ആഗ്രഹിച്ചു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. വഹാദൽ മഖാമു വഹാദ ഹുവൽ മഖാമുൽ മഹ്മൂദ്, ഇതാണ് മഖാമുൽ മഹ്മൂദ്, ഒരാൾക്കും അതില്ല. അല്ലദി വഅദഹു അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അത് വാഗ്ദാനം നൽകിയതാണ്. വഹുവ ശഫാഅത്തുൽ ഉദ്മ, അതാകുന്നു വലിയ ഷഫാഅത്ത്. ഷഫാഅത്തുണ്ട്, അതിലേറ്റവും വലുതാർക്കാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഷഫാഅത്ത് ചെയ്യുക. അല്ലതി യശ്ഫഉ ഫിൽ ഖലായിഖി കുല്ലിഹിം, സൃഷ്ടികൾക്ക് മുഴുവനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യും. ലയുരീഹഹുമുല്ലാഹു ബിൽ ഫസ്ലി ബൈനഹും മിൻ മഖാമിൽ മഹ്ശർ, മഹ്ശറിലെ ആ നൃത്തത്തിൽ നിന്നും അല്ലാഹു അവർക്ക് ആശ്വാസം കൊടുക്കാൻ വേണ്ടി. കമാ ജാഅ മുഫസ്സറൻ ഫിൽ അഹാദീസ് സ്വഹീഹത്തി അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ വന്നിട്ടുള്ളത് പോലെ, സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള പോലെ. വ ഉമ്മുഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മയാരാണ്? ആമിനതു ബിൻതു വഹബ് ഇബ്നി അബ്ദി മനാഫ് ഇബ്നി സുഹറത്ത് ഇബ്നി കിലാബ് ഇബ്നി മുറ എന്നിവരാണ് ആര്? ആമിന എന്നിവരാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ. പിതാവാരാണ്? അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഇതോടുകൂടി കുടുംബവുമായി ബന്ധപ്പെട്ട, അതായത് കുടുംബ പരമ്പരയുമായി ബന്ധപ്പെട്ട ചർച്ച അവസാനിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത അധ്യായം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വന്നിട്ടുള്ള സന്തോഷ വാർത്തകളാണ്. അതായത് റസൂലുള്ളാഹി വരുന്നതിന് മുമ്പ് നാട്ടിലും വേദഗ്രന്ഥങ്ങളിലും ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത അധ്യായം. ഇലാഹുന
അല്ലാഹു തആല ആലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.